അപ്പോൾ ഇങ്ങോട്ടടിക്കാൻ വന്നാൽ തിരിച്ചും കിട്ടുമെന്നാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതിന് മാത്രമുള്ള വലിപ്പമൊന്നും ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിനില്ല. ബി.ജെ.പിയുടെ ജില്ലയിലെ സ്വാധീനം എന്താണെന്നും RSSൻ്റെ പാലക്കാട്ടെ സ്വാധീനം എന്താണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. ഇന്നിപ്പോൾ പ്രശാന്ത് ശിവം പറയുന്നത് ഇന്നലെ കോൺഗ്രസ് ഈ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ സംയമനം പാലിച്ചത്. ഇനി ആരെങ്കിലും BJP ഓഫീസിലേക്ക് മാർച്ചുമായി വന്നാൽ അതിനെ നേരിടും എന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിനെ നേരിടും, അതിനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ വെള്ളരിക്കാപ്പട്ടണമൊന്നും അല്ലല്ലോ. ഈ അടി വെട്ട് കുത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയമായിട്ട് മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊരു ഗിവ് ആൻഡ് ടേക്കാണ്. അപ്പോൾ ഇങ്ങോട്ടടിക്കാൻ വന്നാൽ തിരിച്ചും കിട്ടുമെന്നാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതിന് മാത്രമുള്ള വലിപ്പമൊന്നും ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിനില്ല. ബി.ജെ.പിയുടെ ജില്ലയിലെ സ്വാധീനം എന്താണെന്നും RSSൻ്റെ പാലക്കാട്ടെ സ്വാധീനം എന്താണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന കാര്യത്തിലും നല്ല ധാരണയുണ്ട്. മറ്റൊരു വിഷയം, ഈ ബോംബുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഫോടക വസ്തു കണ്ടെത്തി ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ N. ശിവരാജനെ പോലുള്ള സീനിയർ നേതാവ് പറഞ്ഞത് അത് ഈ ഗണേശോത്സവത്തിന് ചീനിപ്പടക്കം പൊട്ടിക്കാൻ ഏതെങ്കിലും കുട്ടികൾ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ മൂത്താന്തറ പോലുള്ളൊരു സ്ഥലത്ത് അതിനുള്ളൊരു സാധ്യത എങ്ങനെയാണ്? അങ്ങനെ ബോംബ് നിർമ്മിക്കാനൊക്കെ സാധ്യതയുണ്ടോ? അല്ല, ആ പ്രദേശത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് തോക്ക് വരെ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലമാണ്. പരസ്പരം ബോംബർ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ഈ BJP വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ, RSS പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഒരു സ്പർദ്ധയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടന്നുവെന്ന് സംശയിക്കേണ്ടി വരും. അവിടെ പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം പരിശോധിച്ചല്ലോ, അതൊരു പടക്കമല്ലെന്നും അത് ശക്തിയേറിയിട്ടുള്ള ഒരു ബോംബായിരുന്നു എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പോലീസ് സെർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാത്തതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു RSSൻ്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന്. ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് ആണോ? പിണറായി വിജയനല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി? എന്തേ പാലക്കാട്ടെ RSSൻ്റെ കാര്യാലയത്തിൽ പോലീസ് ഇതുവരെ കയറാത്തത്? എന്തേ കയറി സെർച്ച് ചെയ്യാത്തത്? അതോ ഇനി ഒരു മുന്നറിയിപ്പ് കൊടുത്താണോ ഞങ്ങൾ വരുന്നുണ്ട് എല്ലാം മാറ്റിക്കോ എന്ന മുന്നറിയിപ്പ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൊടുത്താണോ? അപ്പോൾ CPMന് ഇക്കാര്യത്തിലുള്ള RSSനെ സഹായിക്കാനുള്ള ഒരു നിലപാടുണ്ടോ എന്ന് ന്യായമായും ജനങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോയിട്ടില്ല, പ്രതികളെ പിടികൂടിയിട്ടില്ല, സെർച്ച് നടന്നിട്ടില്ല, ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല, ആര് കൊണ്ടുവന്ന് വെച്ചു എന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതൊരു വിദ്യാലയത്തിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള സംബന്ധിച്ച് മറുപടി പറയേണ്ടത് CPM നേതൃത്വവും ആഭ്യന്തര വകുപ്പുമാണ്. ഈ തോക്ക് പിടിച്ചെടുത്തൊക്കെ ഏത് കാലഘട്ടത്തിലായിരുന്നു? അന്ന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് പാലക്കാട് BJPയിൽ വിഭാഗീയത വരികയും പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മൂത്താന്തറ വടക്കന്തറ മേഖലകളിൽ വ്യാപകമായ സംഘർഷമുണ്ടായി, പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി. BJPയിൽ നിന്ന് പോയി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിഭാഗത്തിന് 4 കൗൺസിലർമാരുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പരസ്പരം വെട്ടും കുത്തും എല്ലാം നടന്നിട്ടുണ്ട്. അന്ന് റെയ്ഡിൽ തോക്ക് പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത് അന്ന് തോക്ക് പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്, ആയുധങ്ങൾ പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെയാണ് നിരവധിയായിട്ടുള്ള സംഘർഷങ്ങളും സാമുദായിക സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ വളരെ അവധാനതയോടെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം പോലീസ് ഇത്രമാത്രം നിസ്സാരവൽക്കരിക്കുകയും അതിന്മേൽ നടപടികളെടുക്കാത്തതും പ്രതിഷേധാർഹമാണ്. എന്തായാലും പാലക്കാട്ടെ BJP നേതൃത്വം പല വിഷയങ്ങളിൽ പ്രതിരോധത്തിലാണ് എന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മായിൽ, മീഡിയ 1 പാലക്കാട്.